പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുറുചുറുക്കിനെ കുറിച്ച് ഇപ്പോൾ ലോക നേതാക്കൾക്കിടയിൽ സംസാരമാണ്. അതിന് കാരണമായത് മെലോനിയാണ് എന്നതാണ് മറ്റൊരു അഭിപ്രായം ഉയരുന്നത്. കാരണം മെലോനി ലോക നേതാക്കളോടെല്ലാം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പെരുമാറുന്ന രീതിയും അത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ. നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖം വിടരും, നമുക്ക് ഒരു മുഖത്തൊരു പുഞ്ചിരി വരും. അത് ആകപ്പാടെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവും. അത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു കെമിസ്ട്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും മെലോനിയിലും കാണാറുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം നമ്മൾ ആ മനോഹരമായ നിമിഷങ്ങൾ കണ്ട് ആസ്വദിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹം രസകരമായി ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കണ്ട് ഊറിച്ചിരിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഇങ്ങനെ നിരവധി ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ചുറുചുറുക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് മെലോനിയെയാണ് എന്നാണ് ഇന്നിറങ്ങിയിരിക്കുന്ന ഒരു പ്രസ്താവന. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം അദ്ദേഹം പതിവായി ചെയ്യുന്ന യോഗ തന്നെയാണ്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ പ്രായത്തിലും മറ്റുള്ളവർ എത്രമാത്രം സന്തോഷത്തോടെ നോക്കുന്നു അല്ലെങ്കിൽ പ്രണയപുരസരം നോക്കുന്നു എന്നത് ഒരു 60 കഴിഞ്ഞ അല്ലെങ്കിൽ 70 കഴിഞ്ഞ ചെറുപ്പക്കാർ എന്ന് തന്നെ നമുക്ക് പറയാം. 70 കഴിഞ്ഞ ചെറുപ്പക്കാരെയൊക്കെ ഇപ്പോൾ യോഗയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് രസകരമായ ഒരു ട്രോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനത്തിൽ കൊൽക്കത്തയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിൽ പശ്ചിമ ബംഗാൾ ഗവർണർ RN രവി, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർക്കൊപ്പം പങ്കെടുത്തിരുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നതിനൊപ്പം അദ്ദേഹം പറഞ്ഞത് 50ാമത്തെ വയസ്സിലും 30ന്റെ ചുറുചുറുക്കും ആരോഗ്യവും ഉണ്ടാകണം എന്നതാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അതുണ്ട്. അത് ആ ജീവിതം മുഴുവൻ അദ്ദേഹം ഒരു ജീവിതത്തിലെ ശൈലിയായി കൊണ്ടുപോകുന്ന യോഗ തന്നെയാണ്, യോഗയുടെ ശക്തി തന്നെയാണ്. യോഗ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നു, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മുഴുവൻ ലോകത്തിനും മുഴുവൻ മനുഷ്യ സമൂഹത്തിനും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യോഗാ ദിനത്തിൽ ബംഗാളിൽ നടപ്പിലാക്കിയ ശുചിത്വ പ്രവർത്തനത്തിന് ബംഗാളിലെ ജനങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. ഇതൊരു അത്ഭുതകരമായ സംരംഭമാണ് എന്നാണ് പറഞ്ഞത്. ആത്മീയമായി സമ്പന്നമായ ബംഗാളിന്റെ മണ്ണിൽ ഈ അവസരം ആഘോഷിക്കാൻ കഴിയുന്നത് ഒരു പദവിയായി കണക്കാക്കിക്കൊണ്ട് യോഗ പാരമ്പര്യത്തിന് സംസ്ഥാനത്തിന്റെ നിലനിൽക്കുന്ന സംഭാവനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ അർപ്പിച്ചു. രാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, ലാഹിരി മഹാശയ തുടങ്ങിയ ആദരണീയരായ ആത്മീയ വ്യക്തികളുടെ പാരമ്പര്യത്തെ അദ്ദേഹം അനുസ്മരിച്ചു. നമുക്ക് മറ്റൊരു കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ലോക രാഷ്ട്രങ്ങളിൽ പോലും യോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊണ്ടുവരാൻ കാരണമായ ഒരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിലൂടെയാണ് സൗദി അറേബ്യ യോഗയെ അവരുടെ പഠന വിഷയങ്ങളിൽ ഒരു ഭാഗം യോഗയ്ക്ക് നൽകിയത്. യോഗയ്ക്ക് സൗദി അറേബ്യയിലൊക്കെ വളരെ വലിയൊരു പ്രസക്തിയാണ് കൊടുക്കുന്നത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോലും ഭാരതത്തിന്റെ ഈ ജീവിത ശൈലിക്ക്, ഭാരതത്തിന്റെ ഈ ഒരു സംസ്കാരത്തിന് ഇത്രയും പ്രചാരം കൊടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒരു ഭാഗമായത്. അത്തരത്തിൽ യോഗയെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ സഹായിച്ചത് RSS സംഘവുമായുള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലുള്ള ആ ഒരു പ്രവർത്തനം തന്നെയാണ്. സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യോഗയുമായി നിരന്തരം സമ്പർക്കമുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു ജീവിത രീതിയായി അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് RSSലുള്ള തൻ്റെ ആ ഒരു പരിചയം കാരണമായി എന്നതും നമുക്കറിയാം. എന്ത് കാര്യത്തിനും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ, കൃത്യമായൊരു തീരുമാനമെടുക്കാൻ, സമചിത്തതയോടെ എന്തിനേയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനൊക്കെ യോഗ നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 50കളിലെ ആളുകൾ 30കളിലെ ആരോഗ്യവും ഊർജ്ജസ്വലതയും പ്രതിരോധശേഷിയും കൂടുതൽ ഉറപ്പാക്കാൻ യോഗ ഒരു ജീവിതചര്യയായി സ്വീകരിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ലോക നേതാക്കളെല്ലാം മെലോനിയെ പോലെയുള്ള വളരെയധികം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലോക നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇത്രമാത്രം ചേർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്രമാത്രം നരേന്ദ്രമോദിയിൽ ആകൃഷ്ടയായി നടക്കുന്നത് കാണുമ്പോൾ മറ്റൊരു തമാശ കൂടി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ലോക നേതാക്കളെല്ലാം ഇനിയിപ്പോൾ യോഗ പരിശീലിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ആയിത്തീരണം, അതുപോലെയുള്ള ഒരു ചുറുചുറുക്ക് അവർക്കും വേണം എന്നുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ്
ആണ് അതിനാദ്യമായി എത്തുന്നത് ട്രംപ് ആയിരിക്കും എന്നതാണ് മറ്റൊരു സോഷ്യൽ മീഡിയയിലെ സംസാരം. എന്തൊക്കെയായാലും ശരി, സോഷ്യൽ മീഡിയ എന്ത് വേണമോ പറഞ്ഞുകൊള്ളട്ടെ, തമാശയായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ പോലും യോഗ എന്ന് പറയുന്നത് അത് ഒരു ജീവിതചര്യയാണ്. യോഗ നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്രദമാകും എന്നുള്ളത് യോഗ നിത്യം പരിശീലിക്കുന്ന, അതൊരു ജീവിതചര്യയായി സ്വീകരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരല്പം പോലും ഊർജ്ജസ്വലതയില്ലാതെ ഒരു നിമിഷം പോലും അവരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. കാരണം ഒരു വേദിയിൽ പോലും എത്രമാത്രം അന്താരാഷ്ട്ര ചർച്ചകളിൽ പങ്കെടുത്താലും, എത്രമാത്രം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് വരുമ്പോൾ പോലും ഒരു വേദിയിൽ പോലും അദ്ദേഹത്തെ ക്ഷീണിതരായി നമ്മൾ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കോട്ടുവായിടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ഊർജ്ജസ്വലനായിട്ടാണ് എല്ലാ വേദികളിലും അദ്ദേഹത്തെ കാണുന്നത്. ഈ യോഗയെ ഇത്രമാത്രം ജനങ്ങൾക്കിടയിൽ കേരളത്തിലായാലും ഭാരതത്തിലായാലും ഇത്രമാത്രം ഒരു പ്രചാരം നൽകിയതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് ഈ യോഗാ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരു ജീവിതചര്യയായി യോഗ സ്വീകരിക്കാൻ സാധിച്ചില്ല എങ്കിലും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം എന്ന പ്രതിജ്ഞ എടുക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.